നമസ്കാരം, അച്ചായൻ കുക്കിംഗ് ചാച്ചൻ്റെ ബിനുവാണ്. സുഹൃത്തുക്കൾക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ 2-3 മാസം മുമ്പ് ഷവർമ അപകടീയ ആണോ എന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ അധികം വ്യൂസൊന്നും അതിന് കിട്ടിയില്ല. പക്ഷേ കണ്ടവരൊക്കെ കുറച്ച് പേര് എൻ്റെ അടുത്ത് നേരിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. നമ്മളെക്കൊണ്ട് ആവുന്ന രീതിയിലൊക്കെ നമ്മൾ സംശയങ്ങൾ നിവാരണം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷവർമയിലൂടെ വിഷബാധ വ്യാപകമാകുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, പല റെസ്റ്റോറൻറ്റ് ഔട്ട്ലെറ്റ്സും വളരെ ഫുഡ് സ്റ്റോറേജിൻ്റെ കാര്യത്തിലൊന്നും കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന് അച്ചായൻ കാണാനിടയായി. അപ്പോൾ അതൊക്കെ മുൻനിർത്തി കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു നമ്മൾ ചാനലിലൂടെ. ആദ്യമായിട്ട് നിങ്ങളോടെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, റെസ്റ്റോറൻറ്റ് ഓണേഴ്സാനും ശരി, ഹോട്ടലേഴ്സാനും ശരി, വഴിയോര കച്ചവടക്കാരാണെങ്കിലും ശരി, ഷവർമ വിൽക്കാൻ ഇനി ലൈസൻസ് വേണമെന്ന് ഗവൺമെൻറ് അറിയിപ്പുണ്ടായിട്ടുണ്ട്. ഇനിയിപ്പം ലൈസൻസ് ഇല്ലാതെ ഷവർമ വിറ്റ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ പിഴയും 6 മാസം വരെ തടവും നിർദ്ദേശിക്കുന്ന വിവിധ മാർഗദർശനങ്ങളാണ് ഗവൺമെൻറ്റിൽ നിന്ന് വന്നിരിക്കുന്നത്. ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ പലർക്കും വിഷമങ്ങളും കംപ്ലൈൻറ്റും ഒക്കെ ഉണ്ടാവും. പക്ഷേ പലയിടത്തും ഇത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കാത്തതുകൊണ്ടായിരിക്കും ഗവൺമെൻറ് ഇത്രയും കർശനമായ ഒരു നിലപാടെടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്: കഴിയുന്നത്ര വൃത്തിയുള്ള സാഹചര്യത്തിൽ ഷവർമ തയ്യാറാക്കണം. സ്റ്റാൻഡ് മുറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന കത്തി എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അടുത്തൊരു ചൂടുവെള്ളം വെച്ച് അതിൽ തന്നെ ചൂടുവെള്ളം വെച്ച് കഴുകുക, ചൂടുവെള്ളം വെച്ച് കത്തി ഡിപ്പ് ചെയ്തിരിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഫ്രീസുകളും ചില്ലറുകളും ശരിയായ താപനില ഉപയോഗിക്കണം. പാചകക്കാർ ഹെയർ ക്യാപ്പും ഗ്ലൗസും ധരിക്കണം. തൊഴിലാളികളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തൊഴിലുടമ ഉറപ്പാക്കണം മസ്റ്റായിട്ട്. ഇപ്പം അത് വളരെ മസ്റ്റാണ്. പിന്നെ ബ്രെഡ്, കുബൂസ്, ഇറച്ചി എന്നിവ വാങ്ങിയ തീയതി ഉൾപ്പെടെയുള്ള ലേബലുകൾ ഓണേഴ്സും ചെയ്യുന്ന എംപ്ലോയീസും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. പാഴ്സലായി നൽകുന്നുണ്ടെങ്കിൽ അവ എന്നാണ് ഉണ്ടാക്കിയത് അതിൻ്റെ സമയവും രേഖപ്പെടുത്തണം. വാങ്ങിയ 1 മണിക്കൂറിന് ശേഷം ഉപയോഗിക്കാൻ പാടില്ലെന്ന നിർദ്ദേശം പാക്കറ്റിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഇപ്പോൾ വാങ്ങിയിട്ട് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, വാങ്ങിയിട്ട് നേരെ പോയി ട്രെയിനിൽ കയറും, കഴിക്കുന്നത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കോഴിയിറച്ചിയൊക്കെ ആണ് ഷവർമയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 15 മിനിറ്റും ബീഫ് 30 മിനിറ്റും തുടർച്ചയായി വേവിക്കണം. പലപ്പോഴും ധൃതി കൂടുന്ന സമയത്ത് ഈ വേവൽ നടക്കുന്നില്ല എന്ന കംപ്ലയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. ചില എംപ്ലോയീസും സ്റ്റാഫും പറയുന്നുണ്ട്, സാർ ധൃതിയുള്ളപ്പോൾ നടക്കുന്നില്ല. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു 15 മിനിറ്റും 30 മിനിറ്റും കോഴിക്കും ബീഫിനും വേണ്ടി അത് ചെയ്യണമെന്നുണ്ട്. മുറിച്ചെടുക്കുന്ന ബീഫ് വീണ്ടും വേവിച്ച് ഉറപ്പാക്കണം. ബീഫും ആട്ടിറച്ചിയും 15 സെക്കൻഡ് 71 ഡിഗ്രി സെൽഷ്യസിൽ രണ്ടാമതും വേവിക്കണമെന്നാണ് പുതിയ മാനദണ്ഡം. കോഴിയിറച്ചി 35 സെക്കൻഡ് വീതം 74 ഡിഗ്രി സെൽഷ്യസിൽ രണ്ടാമതും വേവിക്കണം. മയനേസ് പുറത്തെ താപനിലയിൽ 2 മണിക്കൂറിലധികം സൂക്ഷിക്കരുത്. തയ്യാറാക്കാൻ പച്ചമുട്ട ഉപയോഗിക്കരുതെന്ന് ഗവൺമെൻറ് പറയുന്നു. അതിൻ്റെ എന്താണ് നമുക്കൊന്നൊരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യം ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും മയനൈസ് റെഡിമെയ്ഡായിട്ട് മേടിക്കുകയാണെങ്കിൽ റെഫ്രിജറേറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിയുന്നത്ര പുറത്ത് വെക്കാതെ തന്നെ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. തുടർച്ചയായി 4 മണിക്കൂർ പാചകം ചെയ്ത ശേഷം ബാക്കി വന്ന ഇറച്ചി ഉപയോഗിക്കരുത്. ഇതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻസ് നമുക്ക് അല്ലെങ്കിൽ കുറച്ച് റെഫ്രിജറേഷൻ ടിപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റെഫ്രിജറേഷൻ നിങ്ങൾക്ക് ഈ ഷവർമ മാത്രമല്ല, എപ്പോഴാണെങ്കിലും പെരിഷബിൾസ്, അതായത് പെട്ടെന്ന് ചീത്താവുന്ന സാധനങ്ങൾ പെട്ടെന്ന് ഫ്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു മാനദണ്ഡം സ്റ്റാഫും ഓണേഴ്സും ദയവായി കൊണ്ട് നടക്കണം ഇനിമേൽ. അപ്പം അതിൻ്റെ ടെമ്പറേച്ചേഴ്സ് ബേസിക്കലി പിന്നെ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, ഒരുപാട് മീറ്റ്, പോൾട്രി, സീ ഫുഡ്, എഗ്സ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടിയിടുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പം അതിൽ കൂടെ തന്നെ ഫുഡ് പോയ്സണിങ്ങിനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എല്ലാം കൂടെ കൂട്ടി അടക്കി എല്ലാം കൂടെ കൊണ്ട് ഒരു ഫ്രീസറിനകത്തിട്ടത് സ്ഥലമില്ലാതിരിക്കരുത്. അതുകൊണ്ട് ബേസിക്കലി നിങ്ങളുടെ റെഫ്രിജറേറ്ററിൻ്റെ ടെമ്പറേച്ചർ ഒരു 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഫ്രീസർ ടെമ്പറേച്ചർ ആണെങ്കിൽ -18 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ 0 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ടെമ്പറേച്ചേഴ്സ് റെഗുലറായിട്ട് ഫ്രിഡ്ജിൻ്റെയും റെഫ്രിജറേറ്ററിൻ്റെയും അല്ലെങ്കിൽ ഫ്രീസർ ടെമ്പറേച്ചറിൻ്റെ കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ
ലേബലിംഗ് സിസ്റ്റം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. മീറ്റിന് ലേബലിംഗ് സിസ്റ്റം, വെജിറ്റബിൾ സിസ്റ്റം, ഡയറി പ്രൊഡക്ട്സിന് ഒക്കെ ലേബലിംഗ് സിസ്റ്റം, ഡേറ്റ് എന്ന് വരുന്നു എന്ന്, എക്സ്പയറി ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോകണം. ചീത്തയായ സാധനങ്ങൾ ഈ റെഡി ടു ഈറ്റ് ആണെങ്കിലും അതും ഫാരൻഹീറ്റിൽ 40 ഡിഗ്രി ഫാരൻഹീറ്റിൻ്റെ ടെമ്പറേച്ചർ തന്നെ മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് എത്രയും വേഗം യൂസ് ചെയ്യണം എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത്. പിന്നെ ഫുഡ് സ്പോയിലായിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കളയുക. പിന്നെന്താണ് അതിനെ പറയുക, റെഫ്രിജറേഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ റെഫ്രിജറേറ്റർ റെഗുലർലി ക്ലീൻ ചെയ്യാനൊരു പ്ലാനും പദ്ധതിയും ഓണേഴ്സിൻ്റെ ഇടയിൽ നിന്ന് വേണം, സ്റ്റാഫിൻ്റെ ഇടയിൽ നിന്ന് വേണം. ഏത് സമയം ഫുഡ് കവർ ചെയ്ത് കൊണ്ടുപോകാനും കവർ ചെയ്ത് വെക്കുവാനും ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പിറേഷൻ ഡേറ്റ്സ് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെന്താ പറയുക, റെഫ്രിജറേറ്ററിന് ഇൻ കേസ് നിങ്ങൾക്ക് കറണ്ട് പോയെന്ന് വെച്ചോളൂ. സാധാരണ കറണ്ട് പോയെങ്കിൽ അത് അവിടെ വെച്ചേക്കാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ അതും റിസ്ക്കാണ്. ഇപ്പോൾ ബേസിക്കലി കറണ്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്യണം. 40 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഒരുപാട് നേരം താഴെ തിരുന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് സ്പോയിലാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് നേരം ഒരു 4 മണിക്കൂറിനുള്ളിലൊക്കെ കറണ്ട് പോയിട്ട് ഭക്ഷണം ഡെഫിനറ്റ്ലി സ്പോയിലാകുമ്പോൾ ആ ഭക്ഷണം കുക്ക് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ക്യാൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഡാമേജ് ആണോ എന്ന് നോക്കുക. ചിലപ്പോൾ സ്വെല്ലിംഗ് ആയിട്ടുള്ള ക്യാൻസ് കാണാം, ലീക്കേജ്, പഞ്ചേഴ്സ്, ഹോൾസ്, ഫ്രാക്ചേഴ്സ്, ചിലത് തുരുമ്പ് പിടിച്ചതുണ്ട്. അതൊക്കെ നിങ്ങളത് സൂക്ഷിച്ച് ചെയ്യുക. പിന്നെ ഭക്ഷണം സ്റ്റോർ ചെയ്യുന്നത് നിങ്ങളുടെ വാഷിംഗ് ഏരിയയിൽ നിന്നുള്ള മാറ്റിയ ചില സ്ഥലപരിമിതികളും ഈ ഡിഷ് വാഷിംഗ് ലിക്വിഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സോപ്പിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ പോയ്സൺ ആയിട്ടുള്ള സാധനങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ നിങ്ങൾ മാറ്റി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ വൃത്തിയുള്ള സാഹചര്യത്തിൽ ഷവർമ തയ്യാറാക്കണം. ഷവർമ മാത്രമല്ല, എല്ലാ ഭക്ഷ്യസാധനങ്ങളും അതനുസരിച്ച് തയ്യാറാക്കണം എന്നൊരു ചെറിയൊരു നോളജ് വീഡിയോ ആണ്. നിങ്ങളിതെല്ലാം പ്രാവർത്തികമാക്കും. കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണം നമുക്കെല്ലാവർക്കും ഒരു വിശ്വാസത്തിന് പുറത്താണ് പല കടകളിലും പോയി നമ്മൾ കഴിക്കുന്നത്. അവിടെ വൃത്തിയും വെടുപ്പും കസ്റ്റമർ ആവശ്യപ്പെടുന്നുണ്ട്. അതിലൂടെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊല്ലാപ്പ് ഓണേഴ്സിനും സ്റ്റാഫിനും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കെയർ ഇതിലെടുക്കണമെന്ന് ഞാൻ ദൈവീയ നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുന്നു. ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. കസ്റ്റമർ സാറ്റിസ്ഫൈ ആവണമെങ്കിൽ വാല്യൂ ഫോർ മണി ഉണ്ടാവണം. വാല്യൂ ഫോർ മണി ഉണ്ടാവണമെങ്കിൽ നല്ല വൃത്തിയായിട്ടുള്ള സാഹചര്യത്തിൽ നല്ല ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്താൽ മാത്രമേ കസ്റ്റമർ തിരിച്ച് വരുള്ളൂ. അപ്പം അതിനുവേണ്ടി എഫേർട്ട് എല്ലാവരും എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് പറയാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സാറേ ഇതൊക്കെ നടന്നോളും, സാറേ ഇതൊക്കെ എത്ര പേര് ചെയ്യും സാർ, തർക്കിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു കയ്യബദ്ധം വന്നു കഴിഞ്ഞാൽ എത്ര പേരുടെ ജോലിയാണ്, ഒരു സ്ഥാപനത്തിന് വിശ്വസ്തയാണ് നഷ്ടപ്പെടുന്നതെന്ന് ഓണേഴ്സും കൊണ്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ തിരക്കിലിനിടയിലും തന്നെ ആവശ്യമുള്ള സ്റ്റാഫും അവരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതും ഒക്കെ ഒരു ചലഞ്ചാണ്. ഫുഡ് ബിസിനസ് ഈസ് നോട്ട് ആൻ ഈസി ബിസിനസ്. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇറ്റ്സ് നർക്കോട്ടിക്സ് ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്ന പോലെ ഫുഡ് ബിസിനസ് ഈസ് എ ഡേർട്ടി ബിസിനസ്. കൈ നനഞ്ഞാൽ മാത്രമേ നല്ലൊരു ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ ഏറ്റവും കൂടുതൽ റിച്ച് ഡിവിഡൻസ് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഫുഡ് ബിസിനസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അച്ചായൻ കുക്കിംഗ് സെൻസ് ബിനുവാണ്. നമ്മുടെ ചാനലുകൾ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. വീണ്ടും എന്നെ പ്രോത്സാഹിക്കുന്നു. നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.